Hi students, welcome to ASF Academy. I am Femi. Today we are going to discuss economic tools or fundamental concept of managerial economics. Managerial economics ile economic tools ennu parayarundi, fundamental concept ennu parayarundi, adevole theories, nammude managerial economics inde theories ennu parayarundi, and different peril nammal parayarundi, principles in managerial economics ennu parayarundi. Ingane different names il parayunna managerial economics inde basic concept aanu ee video il nammal discuss cheyan povunu. Appo okay, namukku video lekku pova. Adinu munne ee channel ആദ്യമായിട്ടാ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക, അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് ടൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ പറയാ തിയറീസ് ഇൻ മാനേജ് എക്കണോമിക്സ്, പ്രിൻസിപ്പൾസ് ഇൻ മാനേജ് എക്കണോമിക്സ് എന്താണെങ്കിലും മെയിൻ ആയിട്ട് അതിൽ 5 ടൈപ്സ് ആണ് വരുന്നത്. ഏതെല്ലാമാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെന്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. ഓക്കെ, വൺ ബൈ വൺ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. ഫസ്റ്റ് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ +2 മുതൽ പഠിക്കുന്നതാണ്. ഇവിടെ നമുക്കൊന്നും കൂടി പറയാം. നമ്മളുടെ ലൈഫിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ചോയ്സസ് ഉണ്ടെങ്കിൽ എല്ലാ ചോയ്സസും ഒരുപോലെ നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ചോയ്സും ഒന്നിച്ചെടുക്കാൻ പറ്റില്ല, എല്ലാതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഓരോരുത്തരുടെ കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. സോ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസ് നമ്മൾ ചില ചോയ്സസ് സെലക്ട് ചെയ്യും, ചിലതെല്ലാം റിജക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ചിലതെല്ലാം സെലക്ട് ചെയ്യും, ചിലതെല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ആ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യത്തിന് 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഒരു ഓപ്ഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, മറ്റേ ഓപ്ഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ റിജക്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസിൻ്റെ കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ഗിവൺ അപ്പ്. നമ്മൾ ഏത് ഓപ്ഷൻ ആണോ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഗിവൺ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏത് ഓൾട്ടർനേറ്റീവ് ആണോ ഗിവൺ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ഗിവൺ അപ്പ്, ഓൾസോ നോൺ ആസ് കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഏത് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഫോർഗോയിങ് ചെയ്ത് സെയിം മീനിങ് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റിനെ നമ്മൾ പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എല്ലാതും ഒന്നിച്ച് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മളെ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് നമുക്ക് ചിലതെല്ലാം ചെയ്യാൻ പറ്റും, ചിലതെല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്പോൾ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക? നമ്മൾ എന്താണോ സാക്രിഫൈസ് ചെയ്യുന്നത്, ഏത് ഡിസിഷൻ എടുക്കുമ്പോൾ ഏതാണോ സാക്രിഫൈസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാമല്ലോ. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒറ്റ ഡിസിഷനുള്ളൂ, അതായത് ഒറ്റ ഓപ്ഷനെ നമ്മളെ മുന്നിലുള്ളൂ, ആ ഒരു ഓപ്ഷൻ അല്ലാതെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്ത് വരില്ല? സാക്രിഫൈസിങ്ങും വരില്ല. അങ്ങനെ സാക്രിഫൈസിങ്ങും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവില്ല. സോ ഇഫ് ദർ ഈസ് നോ സാക്രിഫൈസ് ഇൻവോൾവ്ഡ് ബൈ എ ഡിസിഷൻ, നമ്മൾ എടുക്കുന്ന ഡിസിഷനിൽ യാതൊരു രീതിയിലുള്ള സാക്രിഫൈസസും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താവും? there will be no opportunity cost. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റും വരില്ല. കാരണം എന്താണോ നമ്മൾ ഗിവൺ അപ്പ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ മറ്റ് പല പേരുകളിൽ പറയും. ഏതൊക്കെയാണ്? ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് എന്ന് പറയാറുണ്ട്, ട്രാൻസ്ഫർ കോസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇത് എക്സാം എഴുതുമ്പോൾ മെൻഷൻ ചെയ്യണം. ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു എക്സാമ്പിൾ ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയി പറയുമ്പോൾ ഒരു എക്സാമ്പിളോട് കൂടി പറയാം. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ അറിയാം, അതിനൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ നമുക്ക് 2 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മളൊരു പ്രോജക്റ്റ്, നമ്മൾ പുതുതായി ഒരു കമ്പനി റൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കമ്പനിയിൽ എല്ലാവരും കൂടി തീരുമാനിക്കുക, നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ, ABC പറഞ്ഞിട്ട്. ഇപ്പോൾ AB പറഞ്ഞ് 2 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള തീരുമാനമായി. നമുക്കൊരു മിഷൻ ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, A അല്ലെങ്കിൽ B ആണ്. സപ്പോസ് നമ്മൾ ആ 2 പ്രോഡക്റ്റിൽ നമ്മൾ ഏതെങ്കിലും രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ 1 മിഷൻ മതി. വി ചോയ്സ് A ടു പ്രൊഡ്യൂസ്, A ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്?
വി റിജക്റ്റഡ് ദ പ്രോജക്റ്റ് ഓഫ് ബി, ബി റിജക്റ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ബി എന്നുള്ള പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എന്താ വരികയെങ്കിൽ ദാറ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ഇതന്നെ ഈ നോ സാക്രിഫൈസ് നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളതിൽ നമുക്കിവിടെ എന്താ പറയുക, സപ്പോസ് ആ മെഷീനിൽ എ ബി എന്ന് പറഞ്ഞ രണ്ട് പ്രോഡക്റ്റ് ഒന്നുമില്ല, എ പറയുന്ന ഒരൊറ്റ പ്രോഡക്റ്റ് ആ മെഷീനിലുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരില്ല. കാരണം എന്താ, അവിടെ ഒരൊറ്റ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇപ്പോൾ എ ബി എന്ന് തന്നെ പറയുന്ന വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾക്കറിയാം ഒരുപാട് പൊട്ടറ്റോ ചിപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ കമ്പനിയിൽ ഏതെങ്കിലും ഒരു പൊട്ടറ്റോ ചിപ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഫ്ലേവർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മറ്റ് ഫ്ലേവേഴ്സ് നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരും. മനസ്സിലായല്ലോ. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാനേജീരിയൽ ഡിസിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം എന്താണ്, നമ്മൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുക ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ എന്താണ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് മാനേജ് എക്കണോമിക്സിൽ ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഇൻക്രിമെൻ്റലിസം അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ഇൻക്രിമെൻ്റലിൽ രണ്ട് കമ്പോണൻസ് ആണ് വരുന്നത്. ഏതൊക്കെ, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ റവന്യൂ പറഞ്ഞ രണ്ട് ബേസിക് ആയിട്ടുള്ള വരും. ഈ ഇൻക്രിമെൻ്റലിസം അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന് മെയിനായിട്ട് തന്നെ ചേഞ്ചസ് ആണ്. എന്തിലെങ്കിലും വരുന്ന ചേഞ്ചസിനെ ആവാം. അപ്പോൾ മേ ബി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ആവുക, ചേഞ്ച് ഇൻ പ്രൈസ് ആവുക, പ്രോഡക്റ്റ് ആവുക, ഇൻവെസ്റ്റ്മെൻറ്റ് ആവുക. ആ ചേഞ്ചസിൽ വരുന്ന ഒരു എന്തെങ്കിലും ഡിസിഷനിൽ എടുക്കുമ്പോൾ ആ ഒരു ചേഞ്ച്, ഡിസിഷൻ പറയുന്ന പ്രൈസിനോട് ബന്ധപ്പെട്ട ഔട്ട്പുട്ട് ആവുക, ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ബേസിൽ ഇൻക്രിമെൻ്റലിസം അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ എന്താണോ വരുന്നത്, ദർ ഇസ് എ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് രണ്ടെണ്ണ പറഞ്ഞു, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഉണ്ട് പറഞ്ഞു, ഇൻക്രിമെൻ്റൽ റവന്യൂ ഉണ്ട്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്താണെന്ന് നോക്കുക. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. ഒരു ഡിസിഷൻ കൊണ്ട് ടോട്ടൽ കോസ്റ്റിന് ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നു. അതായത് ആ ഡിസിഷൻ എന്താവുക, ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആവുക, ഇൻവെസ്റ്റ്മെൻ്റ് ആവുക, നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ചസ് ആവുക, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്ന ചേഞ്ചസ് ആവുക, അതുകൊണ്ട് ചേഞ്ച് ഇൻ ദ കോസ്റ്റിൽ വരുന്ന ചേഞ്ചസ് ആണെങ്കിൽ അതിനെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ സപ്പോസ് നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന 100 യൂണിറ്റ് ആണ്. ഈ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നൊരു കോസ്റ്റ് 1000 rupees ആണെന്ന് വെക്കുക. അങ്ങനെ വന്നിട്ട് നെക്സ്റ്റ് നമ്മൾ അതിന് ചേഞ്ച് ചെയ്യുക, ലെവൽ ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്ത് 100 യൂണിറ്റിൽ നിന്ന് 200 യൂണിറ്റ് ആക്കി മാറ്റി. അപ്പോൾ 100 യൂണിറ്റിന് 1000 rupees ആകുമ്പോൾ 200 യൂണിറ്റ് 2000 rupees ആയിരുന്നു കോസ്റ്റ് വന്നിട്ടുണ്ടായി. അപ്പോൾ അവിടെ ചേഞ്ചസ് വന്നു. 1000 rupees നിന്ന് 2000 rupees എന്നുള്ള ഒരു 1000ൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ 1000 rupees ആണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുമ്പോൾ കോസ്റ്റിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻക്രിമെൻ്റൽ റവന്യൂ പറയുന്നത് ഇതേപോലെ തന്നെ എന്തിൽ ചേഞ്ച് ഇൻ എന്താ വരിക, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, കോസ്റ്റിൽ വന്ന ചേഞ്ച് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതേപോലെ ഇൻക്രിമെൻ്റൽ റവന്യൂ പറഞ്ഞാൽ റവന്യൂ ടോട്ടൽ റവന്യൂവിൽ ചേഞ്ചസ് വരിക റിസൾട്ടിങ് ഫ്രം ദ ഡിസിഷൻ. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ കൊണ്ട് ടോട്ടൽ റവന്യൂവിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഡിസിഷൻ എന്ന് പറയുന്നത്, എന്താവുക, ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഇൻ ദ റിസൾട്ട് ഫ്രം എ ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആവുക, പ്രൈസ് ആവുക. ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ചസ് ആവുക, പ്രൈസിൽ വരുന്ന ചേഞ്ചും ഉണ്ട്, റവന്യൂവിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റവന്യൂ എന്ന് പറയുന്നത് 1000 rupees ആണെന്ന് വെക്കുക. നമ്മൾ ആ 10 യൂണിറ്റിനെ ചേഞ്ച് ടു 11 യൂണിറ്റ് ആക്കിയെന്ന് മാറ്റി. അപ്പോൾ 11 യൂണിറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് 1100 rupees ആണെങ്കിൽ അവിടെ ചേഞ്ചസ് വന്നു. എത്ര രൂപയുടെ, 100 rupeesൻ്റെ ചേഞ്ചസ് വന്നു. അതാണ് ഇൻക്രിമെൻ്റൽ റവന്യൂ. എവിടെ ഇത് എന്തുകൊണ്ട് വന്ന്, ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ വന്ന ചേഞ്ചസ് ഉണ്ട്. അതേപോലെ ഇപ്പോൾ പ്രൈസ് കൊണ്ട് വന്നൊരു ചേഞ്ച് വരും. ഇപ്പോൾ പെർ യൂണിറ്റിൽ നമ്മൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൈസിൽ ആ ഒരു യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 10 rupees ആണ് വിചാരിക്കുക. ഒരു യൂണിറ്റിന് 10 രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും, 100 രൂപ കിട്ടും. 10 × 10 100 രൂപ കിട്ടും. നമ്മൾ ആ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് 10 രൂപ എന്നിൽ 12 രൂപയാക്കി മാറ്റി.
ഓക്കെ, പ്രൈസിൽ ചേഞ്ച് വന്നു, 2 രൂപയുടെ വ്യത്യാസമാണ്. സോ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 12 രൂപയാണ് ഇപ്പോൾ, അതായത് 120 രൂപയാണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 100 രൂപ റവന്യൂ ഉണ്ടായിരുന്നോർത്ത് ഇപ്പോൾ 120 രൂപയായി. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വന്നു, 20 രൂപയുടെ ഡിഫറൻസ് വന്നു. അതാണ് ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും എക്കണോമിക്സ്, ഈ മാനേജ് എക്കണോമിക്സിൽ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ബിസിനസ്സിൽ മാനേജ് എക്കണോമിക്സ് ഈ ഒരു ടോപ്പിക് കൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇതിലൊരു വരുന്നൊരു മെയിൻ ആയിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഇൻക്രിമെൻ്റൽ റവന്യൂ എക്സീഡ് ചെയ്യണം എന്തിനെ, ഇൻക്രിമെൻ്റൽ കോസ്റ്റിന്. ഓക്കെ, ഈ ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ മെയിൻ ആയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് തിയറീസ് ലൈക്ക് പ്രൈസിങ് തിയറീസിൽ, കൺസെപ്ഷൻസ്, പ്രൊഡക്ഷനിലൊക്കെ കാണിക്കാറുണ്ട്. ഇനി നമ്മുടെ തിയറി ഓഫ് പ്രൈസിങ്ങിലുള്ള മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ എല്ലാ 2 സംഭവങ്ങൾ നിങ്ങൾക്കറിയില്ലേ, അതിനോട് ക്ലോസ്ലി റിലേറ്റഡ് ആണ് ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിളിനെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ടൈം പെർസ്പെക്റ്റീവ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇതിൽ നമ്മുടെ മാർജിനൽ എക്കണോമിക്സിൽ പറയുന്നത് ടൈമിന്, എക്കണോമിക് തിയറീസിലെല്ലാം ടൈമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻ പ്രൈസിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈമിൽ. ഓക്കെ, നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മുടെ മാർക്കറ്റ് ഫോംസിനെ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. മാർഷൽ, വെരി ഷോർട്ട് പീരിയഡ്, ലോങ് പീരിയഡ്, സ്പെക്യുലർ പീരിയഡ് എന്ന് പറയുന്നത്, സെക്യുലർ പീരിയഡ് എന്ന് പറഞ്ഞിട്ട് 4ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാനേജറിയൽ എക്കണോമിക്സിൽ നമ്മൾ 2 എണ്ണമാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുക, ഷോർട്ട് റൺ എന്നും ലോങ് റൺ എന്നും. കാരണം നമ്മളുടെ ഡിസിഷനെ വളരെ എഫക്റ്റ് ചെയ്യുന്ന 2 എണ്ണം ഷോർട്ട് റൺ അല്ലെങ്കിൽ ലോങ് റൺ എന്ന് പറയുന്ന ടൈം. കാരണം നമ്മൾ എന്ത് ഡിസിഷൻസ് എടുക്കുമ്പോഴും, അതായത് എന്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക, കോസ്റ്റിനെയും റവന്യൂവിനെയും കുറിച്ചിട്ട്. കോസ്റ്റിനെയും റവന്യൂവിനെയും എഫക്റ്റ് ചെയ്യുന്ന എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ലോങ് റണ്ണും ഷോർട്ട് റണ്ണും എഫക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യണം. ആ കോസ്റ്റിനെയും റവന്യൂവിനെയും ലോങ് റണ്ണിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യും, ഷോർട്ട് റണ്ണിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള സ്റ്റഡി കമ്പൽസറി ആയിട്ട് ബിഫോർ ഡിസിഷൻ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ കമ്പൽസറി ആയിട്ട് സ്റ്റഡി ചെയ്തതിന് മാത്രമേ നമ്മൾ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ഡിസിഷൻ നമുക്ക് മാനേജ്മെൻറ്റിന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈം പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ ഡിസിഷൻ മേക്കേഴ്സ് മസ്റ്റ് ഗീവ് ഡ്യൂ കൺസിഡറേഷൻ. എന്താ കൺസിഡർ ചെയ്യേണ്ടത്, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ എഫക്റ്റ് ഓഫ് ഹിസ് ഡിസിഷൻ. ഈ ഷോർട്ട് റണ്ണും ലോങ് റൺ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നത്, എന്തിനാണ്, നമ്മളുടെ കോസ്റ്റിനെയും റവന്യൂ. ഇത്രയാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. കാരണം എ റുപ്പി ഇൻ ഹാൻഡ് ടുഡേ ഈസ് വർത്ത് മോർ ദാൻ റുപ്പി ടു ബി റിസീവ്ഡ് ടുമോറോ. നമ്മളുടെ കയ്യിൽ ഇന്നൊരു ക്യാഷ് ഉണ്ടെങ്കിൽ അതേ എമൗണ്ട് നാളെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നാളെ അതേ ക്യാഷ് നമ്മളെ കയ്യിലിരിക്കുമ്പോഴത്തെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പോൾ ഒരു 10 ഇയേഴ്സിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 രൂപ ഉണ്ടെന്ന് വിചാരിച്ചു. ആ 10 രൂപക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിഠായിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു 10 രൂപക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്ക്. അപ്പോൾ അതേ 10 രൂപക്ക് ഇന്ന് ഒരു 10 വർഷത്തിന് ഇപ്പുറം ഇന്ന് നമ്മൾ കടയിൽ പോയി മേടിച്ച ആ ഒരു ഒറ്റ സാധനവും നമുക്ക് കിട്ടില്ല 10 രൂപക്ക്. നമ്മൾ 10 രൂപക്ക് മേടിച്ചിരുന്ന അത്രയും സാധനങ്ങൾ ഇന്ന് നമ്മൾ മേടിക്കണമെങ്കിൽ ചിലപ്പോൾ 100 റുപ്പീസോ മോർ ദാൻ 100 റുപ്പീസോ വരുമായിരിക്കും. അതാണ് പറയുന്നത്. ഓരോ വർഷം ചെല്ലും തോറും, ഓരോ പീരിയഡ് ചെല്ലും തോറും, ടൈം എഫക്റ്റ് ചെയ്യും തോറും വാല്യൂ ഓഫ് മണി ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വാല്യൂ ഓഫ് മണി ഡിപ്രീഷിയേറ്റിംഗ് വിത്ത് ടൈം പോകും തോറും വാല്യൂ ഓഫ് മണി ഡിപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്ങിൽ ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് നമ്മളെ കയ്യിൽ ഇന്നൊരു എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നാളെ അതേ എമൗണ്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളെ കയ്യിലുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്ര ആവുന്നില്ല ഡിസ്കൗണ്ട് ചെയ്യുക, പ്രസൻറ്റ് വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ മണി ഹാസ് ടു ബി വാല്യൂഡ് the further means the value of money depreciated with the time, so further money should be discount to make it equivalent to the present money. നമ്മൾ പ്രസന്റ് മണിയിലേക്ക് അതിനെ ഈക്വാലന്റ് ചെയ്യാൻ, ഫ്യൂച്ചർ മണിയിൽ നിന്ന് ഈക്വാലന്റ് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുന്നതിന് മെയിനായിട്ട് 2 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ പറയുന്നത് അൺസർട്ടിനിറ്റിയാണ്.
അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, റിസ്ക് ഫാക്ടർ ഉണ്ടാവും. അതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ആ കാശിനെ വെയിറ്റ് ചെയ്യിക്കുമ്പോൾ പ്രസൻറ്റിൽ നമ്മൾ അതിനെ സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളെ കയ്യിൽ 1,00,000 രൂപ ഉണ്ട്, 1,00,000 റുപ്പീസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ആ 1,00,000 റുപ്പീസ് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെർ മന്ത് നമുക്ക് 10,000 റുപ്പീസ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ അത് ചെയ്യാതെ ഈ 1,00,000 റുപ്പീസിനെ സേവ് ചെയ്ത് വെക്കുക ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ മേ ബി 10,000 റുപ്പീസ് പെർ മന്ത് കിട്ടുമായിരിക്കും. പക്ഷെ ഇന്ന് കിട്ടുന്ന 10,000 റുപ്പീസിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ കിട്ടുന്ന 10,000 റുപ്പീസിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാതെ ഫ്യൂച്ചറിലേക്ക് വെക്കുമ്പോൾ ഇവിടെ ഒരു സാക്രിഫൈസിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിസ്കൗണ്ടിങ്ങിന് ഇമ്പോർട്ടൻസ് വന്നത്. ഒന്ന് അൺസർട്ടനിറ്റി, സെക്കൻഡ് ഈ സാക്രിഫൈസിങ് കൊണ്ടാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാനേജ്മെൻറ്റും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയും. സോ അത് എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ആ പ്രിൻസിപ്പിൾ എങ്ങനെ വരുന്നത്, നമ്മൾ ചെയ്യുന്ന കാശ് സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്കൗണ്ടിങ് മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും പ്രോഫിറ്റബിൾ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. ഇക്യു മാർജിൻ പ്രിൻസിപ്പിൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പിന്നീട് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം. മാനേജിംഗ് എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇക്യു മാർജിൻ പ്രിൻസിപ്പിൾ. ഇറ്റ് ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്നും പറയാറുണ്ട് ഇക്യു മാർജിൻ പ്രിൻസിപ്പിൾസിന്. ഓക്കെ, ഈ ഇക്യു മാർജിൻ പ്രിൻസിപ്പിൾസിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന, ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. അതായത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓൾ അവൈലബിൾ ഇൻപുട്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് വി ഗെറ്റ് എൻ മാക്സിമം ഔട്ട്പുട്ട്. ആ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റബിൾ, അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ എന്നുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് ഒരു കൺസ്യൂമറിൻ്റെ കയ്യിൽ ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ട്. ആ ലിമിറ്റഡ് റിസോഴ്സസ് മൂപ്പർ സ്പെൻഡ് ചെയ്യുമ്പോൾ, ആ വ്യക്തി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന്ന് വേരിയസ് കമ്മോഡിറ്റീസ് ആയിരിക്കും മൂപ്പർ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. ആ സ്പ്രെഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് അതിന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് മാക്സിമം സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ളത്. അതിൻ്റെ ഓവറോൾ റിട്ടേൺ അല്ലെങ്കിൽ ഓവറോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ വ്യക്തിയെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. അതിനെയാണ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്നത് എ ഇൻപുട്ട് ഷുഡ് ബി അലോക്കേറ്റഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ വാല്യൂ ആഡഡ് ബൈ ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ഈസ് സെയിം ആസ് ഓൾ യൂസസ്. അതായത് ഓരോ ഇൻപുട്ട് ആഡ് ചെയ്യും തോറും അതിൽ നമ്മൾ വരുന്ന നമ്മളെ കയ്യിലെ ഇൻപുട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഓരോ ഇൻപുട്ടിൻ്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്നതും സെയിം ആയിരിക്കണം എല്ലാത്തിനും. മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓൾ ഇൻപുട്ട് എന്തിനു വേണ്ടിയിട്ട്, മാക്സിമം പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടി. കൺസ്യൂമേഴ്സ് വിൽ ചോയ്സ് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ടു മാക്സിമൈസ് ദയർ ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. ഓക്കെ, ഇത്രയാണ് എന്താണ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾ 5 പ്രിൻസിപ്പിളും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ. നിങ്ങൾക്ക് ഇത് മനസ്സിലായി വിചാരിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി പറയണു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.